അസ്സലാമു അലൈക്കും. നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ? ഉത്തരം കിട്ടാത്ത ആ പ്രാർത്ഥനയെ ഓർത്ത് നിങ്ങൾ എത്ര രാത്രികൾ കണ്ണീരൊഴുക്കി? ഈ ലോകത്ത് നിങ്ങൾ കണ്ട എല്ലാ പരിഹാരങ്ങളും, നിങ്ങൾ ആശ്രയിച്ച എല്ലാ മനുഷ്യരും നിങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കാം. നിങ്ങൾ തേടുന്ന ആശ്വാസം അവൻ്റെ അടുത്താണ്. നിങ്ങളുടെ നാഥൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷ കൈവിട്ട നിമിഷം പോലും നിങ്ങളുടെ നാഥൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞു. സൂറത്തുൽ ഗാഫിർ 60-ാമത്തെ ആയത്തിൽ അവൻ പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജീബു ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ വാഗ്ദാനം ഒരിക്കലും തെറ്റില്ല. നിങ്ങൾ ആരാണെങ്കിലും എന്ത് തെറ്റ് ചെയ്തവനാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നേരിട്ട് തുറന്ന ഒരേ ഒരു വാതിലേ ഉള്ളൂ, അതാണ് പ്രാർത്ഥന. നിങ്ങളുടെ നാഥൻ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒരു പ്രത്യേക സമയമോ പ്രത്യേക ദിവസമോ പ്രത്യേക സ്ഥലമോ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ പുറത്ത് പരിഹാരങ്ങൾ അന്വേഷിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറയുന്ന ആദ്യത്തെ കള്ളം ഉത്തരം കിട്ടുന്നില്ലല്ലോ, അള്ളാഹു നമ്മെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ്. ആ ചിന്തകൾ തെറ്റാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിൽ അവൻ നമ്മേക്കാൾ ശ്രദ്ധയുള്ളവനാണ്. നിങ്ങൾ വാക്കുകളിലൂടെ പറഞ്ഞു ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതുപോലെ സൂറത്തുൽ ബഖറയിൽ 186-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതി ദാഇ ഇദാ ദഅാനി. അർത്ഥം, എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ ഞാൻ അടുത്തുള്ളവനാണ് എന്ന് പറയുക. എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. ഞാൻ അടുത്തുള്ളവനാണ്. ഈ വാക്കുകൾ എത്ര ആശ്വാസം നൽകുന്നു. നമുക്കിടയിൽ മറകളോ ദൂരങ്ങളോ ഇല്ല. നിങ്ങൾ അവൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകുമ്പോൾ പോലും അവൻ നിങ്ങൾക്കരികിൽ തന്നെയുണ്ട്. അതിനാൽ പരിഭ്രമിച്ച് തിരച്ചിൽ നിർത്താം. നിങ്ങളുടെ ദുആ അവനിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, തവക്കുൽ, ഭരമേൽപ്പിക്കൽ മാത്രമാണ്. കാരണം ഉത്തരം നൽകേണ്ട സമയം, നൽകേണ്ട രൂപം, നൽകേണ്ട അളവ് എല്ലാം അള്ളാഹുവിനാണ് നന്നായി അറിയുന്നത്. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നേക്കാവുന്ന ഒരു വലിയ ആപത്ത് ആ പ്രാർത്ഥനയിലൂടെ അവൻ ഒഴിവാക്കിയേക്കാം. അതുമല്ലെങ്കിൽ ഈ ലോകത്തെ എല്ലാ പ്രതിഫലത്തേക്കാളും വലുതായി നിങ്ങളുടെ അക്കൗണ്ടിൽ അത് പരലോകത്തേക്ക് അവൻ നിക്ഷേപിച്ചേക്കാം. അതുപോലെ സൂറത്ത് ത്വലാഖിൽ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അർത്ഥം, അള്ളാഹുവിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നവന് അവനാണ് മതിയായവൻ. ഇതാണ് പൂർണ്ണ വിശ്വാസം. നിങ്ങളുടെ സങ്കടങ്ങൾ അവൻ്റെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി അവൻ്റെ തീർപ്പിനായി കാത്തിരിക്കുക. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ, ഭാരം എല്ലാം അവനെ ഏൽപ്പിച്ച് സമാധാനമായിരിക്കുക. ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ തേടൽ നിർത്തുക. ഉത്തരം എവിടെ പോയി എന്ന് ചോദിക്കുന്നത് നിർത്തുക. കാരണം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഏക ഉടമസ്ഥൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞു. നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വബർ, ക്ഷമയും ഈമാൻ, വിശ്വാസവും മാത്രം നിറയട്ടെ. അൽഹംദുലില്ലാ, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു. ശാന്തരായിരിക്കുക, സമാധാനമായിരിക്കുക. എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.